ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നടത്തിയ ഉന്നതതല ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെ നടന്ന ഈ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായകമാകും. അതിർത്തിയിലെ ശാന്തിയും സമാധാനവും നിലനിർത്തുന്നത് ഉൾപ്പെടെ 8 പ്രധാന കാര്യങ്ങളിൽ ഇരു നേതാക്കളും ധാരണയിലെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. പ്രത്യേകിച്ച് അതിർത്തി പുനർനിർണയത്തിലുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കാൻ ഇരുപക്ഷവും തീരുമാനിച്ചിട്ടുണ്ട്. അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനായി 2005 ഒപ്പുവെച്ച ചട്ടക്കൂടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനും ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ നീതിയുക്തമായ പരിഹാരം കണ്ടെത്താനും ധാരണയായി. യഥാർത്ഥ നിയന്ത്രണ രേഖയെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ രണ്ട് രാജ്യങ്ങളും പ്രത്യേക വഴികൾ തേടുകയാണ്. സേനാ ഉദ്യോഗസ്ഥരുടെ കൂടിക്കാഴ്ചകൾക്കായി 2 സ്ഥലങ്ങളിൽ കൂടി സൌകര്യമൊരുക്കാനും കിഴക്കൻ മധ്യമേഖലകളിൽ ഓരോ ഹോട്ട്ലൈൻ കൂടി സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിർത്തിയിലെ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വ്യാപാരം കൂട്ടാനും കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് കൂടുതൽ തീർത്ഥാടകരെ അനുവദിക്കാനും ചർച്ചയിൽ ധാരണയായി. ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ടാകുന്ന ഏത് തർക്കവും നിലവിലെ നയതന്ത്ര സൈനികതല സംവിധാനങ്ങൾ വഴി സമാധാനപരമായി പരിഹരിക്കും. അതിർത്തി കടന്നൊഴുകുന്ന നദിയുടെയും ഡാമുകളുടെയും ഡേറ്റ പരസ്പരം കൈമാറുന്നത് സംബന്ധിച്ച ചർച്ച ചെയ്യാൻ അടുത്ത മാസം വിദഗ്ധ സമിതി യോഗം ചേരും. അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനുള്ള ഈ ഉന്നതതല സംവിധാനത്തിന്റെ അടുത്ത വർഷത്തെ യോഗം ഇന്ത്യയിൽ വെച്ച് നടത്താനും അജിത് ഡോവലും വാങ് യിയും തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. ആശയവിനിമയം ശക്തിപ്പെടുത്താനും പരസ്പര ധാരണ വളർത്താനും വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാനും തടസ്സങ്ങൾ നീക്കാനും അങ്ങനെ നല്ല അയൽക്കാരും സുഹൃത്തുക്കളുമായി മാറാനും ഇതിലൂടെ സാധിക്കുമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയും ചൈനയും പ്രാചീന നാഗരികതകളും പ്രധാന സമ്പദ്വ്യവസ്ഥകളുമാണെന്ന് അജിത് ഡോവൽ പറഞ്ഞു. ചൈന ഇന്ത്യയുടെ എതിരാളിയല്ല, മറിച്ച് സഹകരിക്കുന്ന പങ്കാളിയാണ്. ഇന്ത്യ ചൈന ബന്ധം ശരിയായ പാതയിലേക്ക് തിരിച്ചെത്തി. അതിർത്തികളിലെ സ്ഥിതി സമാധാനപരമായി തുടരുകയാണെന്നും ഡോവൽ കൂട്ടിച്ചേർത്തു. അതിർത്തി തർക്കത്തിൽ നീതിപൂർവവും ഇരു കൂട്ടർക്കും സ്വീകാര്യവുമായ പരിഹാര പാക്കേജ് കണ്ടെത്തുമെന്നും ചർച്ചകളിലൂടെ പ്രശ്നം രമ്യമായി കൈകാര്യം ചെയ്യുന്നത് തുടരുമെന്നും ഇരുവരും പറഞ്ഞു. ചൈനയുമായി 1947, 1962, 1965 എന്നീ വർഷങ്ങളിൽ നിരവധി യുദ്ധങ്ങൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തുന്ന നിഴൽ യുദ്ധമാണ് അടുത്ത വലിയ വെല്ലുവിളി. 1000 മുറിവുകളാൽ ചോരയിട്ടു വീഴ്ത്തി ഇന്ത്യയെ വേദനിപ്പിക്കുക എന്നതാണ് പാകിസ്ഥാന്റെ തന്ത്രം. ചൈനയുമായുള്ള അതിർത്തി തർക്കം ഏറ്റവും വലിയ വെല്ലുവിളിയായി തുടരും. യുദ്ധങ്ങളുടെ രീതി മാറുകയാണ്. ഇപ്പോൾ സൈബർ ബഹിരാകാശ ഇടങ്ങളിലേക്കും യുദ്ധം കടന്നു ചെന്നിട്ടുണ്ട്. ഇന്ത്യ ചൈന ബന്ധത്തിലും ലോക രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളിലും വളരെയേറെ മാറ്റങ്ങളുണ്ടായി. അതിർത്തിയിലെ ദോക്ലാം മേഖലയിൽ 2017 ഇരു സൈന്യങ്ങളും തമ്മിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ 2018 2019 അനൗപചാരിക കൂടിക്കാഴ്ചകൾ നടത്തിയത്. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് നടന്ന ഈ കൂടിക്കാഴ്ചയ്ക്കു ശേഷം പക്ഷേ സ്ഥിതി വഷളാകുകയാണുണ്ടായത്. ഇന്ത്യക്ക് വളവും അപൂർവ ഭൌമധാതുക്കളും തുരങ്ക നിർമ്മാണത്തിനുള്ള വൻകിട യന്ത്രങ്ങളും നൽകുന്നത് പുനരാരംഭിക്കാൻ ചൈന തയ്യാറാണ്. ഇന്ത്യക്ക് ഏറെ ആവശ്യമുള്ള യൂറിയ, ഡൈ അമോണിയം ഫോസ്ഫറേറ്റ്, DAP എന്നീ വളങ്ങളുടെയും അപൂർവ ഭൌമധാതുക്കളുടെയും തുരങ്ക നിർമ്മാണ യന്ത്രങ്ങളുടെയും വിതരണം പുനഃസ്ഥാപിക്കുന്ന കാര്യം കഴിഞ്ഞ മാസം ചൈന സന്ദർശനത്തിനിടെ ജയശങ്കർ ഉന്നയിച്ചിരുന്നു. അതേസമയം തായ്വാൻ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമില്ലെന്ന കാര്യം ജയശങ്കർ വാങ് യിയെ അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകൾ ഇരു മന്ത്രിമാരും നേരിട്ട് ചർച്ച ചെയ്തില്ലെങ്കിലും നിലവിലെ ആഗോള സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകത കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഇന്ത്യക്ക് ആവശ്യമായ വളങ്ങളുടെ 30% ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. വാഹന നിർമ്മാണത്തിന് ആവശ്യമായ ധാതുക്കളും റോഡ് നിർമ്മാണത്തിനും തുരങ്ക നിർമ്മാണത്തിനും ആവശ്യമായ കൂറ്റൻ യന്ത്രങ്ങളും വിതരണം ചെയ്തതും ചൈനയായിരുന്നു. എന്നാൽ അതിർത്തിയിലെ സംഘർഷ സാഹചര്യത്തിൽ 1 വർഷം മുൻപാണ് ഇവയുടെ ഇറക്കുമതി ചൈന നിർത്തിവെച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.